ഇന്ന് നമ്മുടെ മലബാർ സ്നേക്ക് ഹെഡുകളുടെ ഫീഡിംഗ് ഡേ ആണ്. അപ്പോൾ നമ്മൾ ഫീഡ് ചെയ്യാനായിട്ട് വന്നതാണ്. ആ മൂലയിൽ നിങ്ങൾക്ക് കാണാം നമ്മൾ എയറേഷൻ കൊടുക്കുന്നുണ്ട്. സാധാരണ നമ്മൾ ഫീഡ് ചെയ്യുന്ന ദിവസം നമ്മൾ എയറേഷൻ കൊടുക്കാറില്ല, തലേ ദിവസമാണ് കൊടുക്കാറുള്ളത്. പക്ഷേ ഇന്നലെ നമുക്ക് കൊടുക്കാനായിട്ട് പറ്റിയില്ല, അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് എയറേഷൻ ഓൺ ചെയ്ത് ഇട്ടിട്ടുള്ളത്. പക്ഷേ ഫുഡ് കൊടുക്കുന്ന സമയത്ത് നമ്മളത് ഓഫ് ചെയ്യാറുണ്ട്, കാരണം അല്ലാന്നുണ്ടെങ്കിൽ അവർക്കൊരു ഡിസ്റ്റർബൻസ് വരും എന്നുള്ളതുകൊണ്ട് നമ്മൾ എയറേഷൻ ഓഫ് ചെയ്യാറുണ്ട്. പിന്നെ ഇത് നമ്മുടെ ഓവർഫ്ലോ സൈഫണാണ് നമ്മൾ സെറ്റ് ചെയ്തത് കുറച്ച് നാൾ മുമ്പ്. അപ്പോൾ അതിനകത്ത് വെള്ളം ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. നമ്മൾ നിറച്ച സമയത്ത് അത് ഫുള്ളായിട്ടായിരുന്നു നിന്നായിരുന്നത്. ഇപ്പോൾ അതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് ഉള്ളിലേക്ക് വെള്ളം പോയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു നമുക്ക് സമ്മർ സീസണിൽ ഈ വെള്ളം ടാങ്കിൻ്റെ വാട്ടർ ലെവൽ നമുക്ക് അറിയാനായിട്ട് പറ്റും. മഴക്കാലത്ത് ഓവർഫ്ലോ ആയിട്ട് വർക്ക് ചെയ്യുകയും ചെയ്യും. സമ്മർ സീസണിൽ നമുക്ക് ഇതിൻ്റെ വാട്ടർ ലെവൽ കൃത്യമായിട്ട് അറിയാൻ പറ്റും. അതിനകത്ത് കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ നമ്മൾ ടാങ്കിൽ സ്ട്രൈറ്റ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു ചെറിയ അളവിലൊന്നും കുറഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റില്ല. പക്ഷേ ഈ സൈഫണിൽ നോക്കിയാൽ നമുക്ക് ക്ലിയർ ആയിട്ട് അറിയാൻ പറ്റും. പിന്നെ എയറേഷൻ ഓണായിട്ട് ഇട്ടിട്ടുണ്ട്, കാരണം ഇതിനകത്ത് ചെടികൾ ഫുള്ളായിട്ട് കവർ ചെയ്ത് കിടക്കുന്നത് കൊണ്ട് വെള്ളം ഒന്ന് കണ്ടീഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എയറേഷൻ കൊടുക്കുന്നത്. കാരണം സൺലൈറ്റ് വെള്ളത്തിലേക്ക് അടിക്കുന്നില്ല, കാരണം ഫുള്ളായിട്ട് ഇപ്പോൾ അസോള കവർ ചെയ്ത് കിടക്കുകയാണ് ഇതിനകത്ത്. ചില സാഹചര്യങ്ങളിൽ വെള്ളത്തിലുള്ള ഡിസോൾവ്ഡ് ഓക്സിജൻ്റെ അളവ് കുറയാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇതിനകത്ത് ചെടികൾ ഉള്ളതുകൊണ്ട് ഫോട്ടോസിന്തസിൻ്റെ സമയത്ത് അവർ വെള്ളത്തിലേക്ക് ഓക്സിജൻ റിലീസ് ചെയ്യുന്നുണ്ട്. എങ്കിലും നമ്മൾ ഒന്ന് വെള്ളം നല്ല രീതിയിൽ കണ്ടീഷനായി കിടക്കാൻ വേണ്ടിയിട്ടാണ് എയറേഷൻ കൊടുക്കുന്നത്. ചെടികളുള്ള ടാങ്കിൽ ഇപ്പോൾ എയറേഷൻ കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, എങ്കിലും നമ്മൾ കൊടുക്കുന്നത് വളരെ നല്ലതാണ്. പിന്നെ ഇതിനകത്ത് കിടക്കുന്ന മീനുകൾക്ക് ശരിക്കും ഓക്സിജൻ്റെ ആവശ്യമില്ല, അവർക്ക് അന്തരീക്ഷത്തിൽ നിന്ന് ഡയറക്റ്റ് ശ്വസിക്കാനായിട്ട് പറ്റും. ഇതിനകത്ത് കിടക്കുന്നത് നമ്മുടെ മലബാർ സ്നേക്ക് ഹെഡുകൾ 6 കിടക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ആൽബിനോ സക്കർ കാറ്റ് ഫിഷുകൾ 8 കിടക്കുന്നുണ്ട്. പക്ഷേ അവർക്ക് 2 പേർക്കും ഡയറക്റ്റ് അന്തരീക്ഷത്തിൽ ശ്വസിക്കാനായിട്ട് പറ്റും. ഇത് നമ്മൾ ഫസ്റ്റ് കൊടുത്തതാട്ടോ, നമ്മൾ ചെമ്മീൻ കൊടുത്തതാണ്. പക്ഷേ എൻ്റെ കയ്യിലൊരു ചെറിയ കടി കിട്ടിയിട്ടുണ്ട്, അതാണ് ഞാൻ പെട്ടെന്ന് വലിച്ചത്. ചെമ്മീനാണ് നമ്മൾ ഫീഡ് ചെയ്യാനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. കണ്ടോ, ഞാനിപ്പോൾ അടുത്തേക്ക് കൊണ്ടുവരുന്നില്ല, മുകളിൽ നിന്ന് ഇട്ട് കൊടുക്കുകയാണ്. കാരണം ആദ്യം ഞാൻ ക്ലോസ് ആയിട്ട് കൊടുത്തപ്പോൾ എൻ്റെ കയ്യിലൊരു കടി കിട്ടി. അവർ എടുക്കുന്നുണ്ട്, കണ്ടില്ല, അടിയിൽ ഇങ്ങനെ മൂവ്മെൻറ്റ് കാണാം. ആ മൂവ്മെൻറ്റ് അതുപോലെ ബബിൾസും വരുന്നത് കാണാം. അപ്പോൾ അവർ കഴിക്കുന്നതാണ്. ഇത് കണ്ടില്ലേ, ഇപ്പോൾ ഇളകിയത് കണ്ടില്ലേ, ആ സമയത്തൊക്കെ അവർ വന്ന് കഴിക്കുന്നുണ്ട്. ഫസ്റ്റ് ഞാൻ കൊടുത്തപ്പോൾ ഞാൻ വല്ലാതെ ക്ലോസ് ആയിട്ട് വെച്ചതുകൊണ്ടാണ് കയ്യിൽ കടി കിട്ടിയത്. കാരണം അവർ അടിയിൽ തന്നെ നിൽക്കുന്നുണ്ട്, അപ്പോൾ ഫുഡാണെന്ന് വിചാരിച്ച് കടിക്കുന്നതാണ്. ചെറുതായതുകൊണ്ട് വേദനയൊന്നും എടുത്തില്ല. പക്ഷേ വലിയ വാകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ, സ്നേക്ക് ഹെഡുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല ഷാർപ്പായിട്ടുള്ള വലിയ വായും പല്ലൊക്കെ ആയിരിക്കും. അപ്പോൾ അവർ നല്ല അമർത്തി കടിക്കും. അപ്പോൾ കടിച്ച് വലിക്കുമ്പോൾ ചിലപ്പോൾ നമ്മുടെ സ്കിന്ന് ഇതാവാനുള്ള സാധ്യതയുണ്ട്, മുറിയാനുള്ള സാധ്യതയുണ്ട്. വേറെ യൂട്യൂബ് വീഡിയോകളിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, അവർ കടിക്കും, നല്ല രീതിയിൽ വാകൾ കടിക്കുന്നുണ്ട്. ജസ്റ്റ് കൈ ഇട്ടാലും അവർ കടിക്കുന്നുണ്ട്, നെറ്റൊക്കെ ഇടുമ്പോൾ നെറ്റിലൊക്കെ നല്ല രീതിയിൽ കടിക്കുന്നുണ്ട്. ഒരു വീഡിയോയിൽ കണ്ടു ടാങ്ക് ക്ലീൻ ചെയ്യാനായിട്ട് വെള്ളത്തിൽ ഇറങ്ങിയ സമയത്ത് കാലിൽ കടിച്ചിട്ട് പൊട്ടി ബ്ലഡ് വരുന്നതൊക്കെ. അത്യാവശ്യം നല്ല രീതിയിൽ ഡിഫെൻസീവായിട്ടുള്ള മീനുകളാണ് ഈ വാകൾ. നല്ല രീതിയിൽ അവർ ഡിഫെൻസും കാര്യങ്ങളൊക്കെ ചെയ്യും. അതുപോലെ തന്നെ ബ്രീഡിങ്ങിൻ്റെ സമയത്തൊക്കെ ആണെങ്കിലും കുട്ടികളെയൊക്കെ ഗാർഡ് ചെയ്യുന്ന കാര്യത്തിൽ വളരെ എന്താ പറയുക കെയർ കൊടുക്കുന്ന മീനുകളാണ്. നമ്മുടെ വലിയ മീനുകളായിട്ടുള്ള അല്ലെങ്കിൽ മോൺസ്റ്റർ ഫിഷുകളായിട്ടുള്ള അരപ്പയ്മയുടെയൊക്കെ അത്യാവശ്യം സെയിം സ്വഭാവമുള്ള ഒരു മീൻ തന്നെയാണ് നമ്മുടെ ഈ ഒരു സ്നേക്ക് ഹെഡ് വെറൈറ്റിയിൽ പെട്ട മീനുകൾ. കുറേ കാര്യങ്ങളിൽ അരപ്പയ്മയായിട്ട് ഇവർക്ക് സാമ്യമുണ്ട്. ഒന്നാമത്തെ കാര്യം, അന്തരീക്ഷത്തിൽ നിന്ന് ശ്വസിക്കുന്ന ആ ഒരു സംഭവം, അത് ഇവർക്ക് 2 പേർക്കും ഏകദേശം സെയിം തന്നെയാണ്. അതായത് സുപ്രാബ്രാങ്കിയൽ ക്യാവിറ്റി എന്ന് പറയുന്ന ക്യാവിറ്റി വഴിയാണ് ഇവർ വെള്ളമല്ല വായു അകത്തേക്ക് വലിച്ചെടുക്കുന്നത്. എന്നിട്ട് ആ സെയിം സംഭവം തന്നെയാണ് സ്വിം ബ്ലാഡറായിട്ട് ഇവർ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ വാഹയും അതുപോലെ തന്നെ അരപ്പയ്മയൊക്കെ നിങ്ങൾക്ക് മുകളിൽ ഫ്ലോട്ട് ചെയ്ത് നിൽക്കുന്ന കാണാം, അനായാസം ഫ്ലോട്ട് ചെയ്ത് നിൽക്കുന്ന കാണാം. അത് ഈ സെയിം മെത്തേഡാണ് അവർ യൂസ് ചെയ്യുന്നത്. അതായത് മോഡിഫൈഡ് സ്വിം ബ്ലാഡർ എന്ന് പറയുന്ന ഒരു സെറ്റപ്പാണ് അവർ യൂസ് ചെയ്യുന്നത്. അത് സാധാരണ മീനുകളുടെ സ്വിം ബ്ലാഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വെള്ളത്തിൽ ഫ്ലോട്ട് ചെയ്ത് നിൽക്കാനും നീന്തുമ്പോൾ അവർക്ക് കൺട്രോളിനൊക്കെ വേണ്ടിയാണ് ആ സ്വിം ബ്ലാഡർ എന്ന് പറയുന്ന ഓർഗൻ യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇവർ ആ സെയിം ഓർഗൻ തന്നെയാണ് സ്വിം ബ്ലാഡറായിട്ട് യൂസ് ചെയ്യുന്നതും. അതേസമയം വായു വലിച്ചെടുത്ത് സ്റ്റോർ ചെയ്ത് ലോ ഓക്സിജനുള്ള സ്ഥലങ്ങളിൽ അവർ ആ സെയിം ബ്ലാഡറിൽ നിന്ന് തന്നെയാണ് ഓക്സിജൻ എക്സ്ട്രാക്റ്റ് ചെയ്യുന്നത്. അതായത് ഒരു ഓർഗൻ തന്നെ സ്വിം ബ്ലാഡറായിട്ട് വെള്ളത്തിൽ ഫ്ലോട്ട് ചെയ്ത് നിൽക്കാനും അവരെ സഹായിക്കുന്നു. അതേ ബ്ലാഡറിൽ സ്റ്റോർ ചെയ്തിട്ടുള്ള വായുവിൽ നിന്ന് തന്നെ അവർ ഓക്സിജൻ എക്സ്ട്രാക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് ഈ വാകളും അതുപോലെ അരപ്പയ്മകളൊക്കെ അതായത് തീരെ ഓക്സിജൻ ഇല്ലാത്ത സ്ഥലങ്ങളിലും അവർ ശ്വസിക്കുന്നത് അങ്ങനെയാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് ഇവർ മുകളിൽ വന്നിട്ട് എയർ വലിച്ചെടുത്ത് ഈ സ്വിം ബ്ലാഡറിനകത്ത് അല്ലെങ്കിൽ മോഡിഫൈഡ് സ്വിം ബ്ലാഡറിനകത്ത് സ്റ്റോർ ചെയ്യും. അതാണ് ഇവർ തമ്മിലുള്ള ഒരു സാമ്യം എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഈ സ്നേക്ക് ഹെഡുകളും അരപ്പയ്മകളും തമ്മിലുള്ള ഒരു സാമ്യം എന്ന് പറയുന്നത്. രണ്ടാമത്തെ സാമ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ബ്രീഡിങ്ങിൻ്റെ ആ ഒരു രീതിയാണ്. അതായത് ബ്രീഡിങ്ങിൻ്റെ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മെയിലും ഫീമെയിലും കൂടി ഈ മുട്ടകളും കാര്യങ്ങളെല്ലാം ഗാർഡ് ചെയ്ത് കുഞ്ഞുങ്ങളെല്ലാം ഗാർഡ് ചെയ്യും. അരപ്പയ്മകൾ അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ ഫീമെയിൽ നെസ്റ്റിലാണ് മുട്ടയിടുന്നത്, ഫീമെയിൽ അരപ്പയ്മ. എന്നിട്ട് മെയിൽ ആ മുട്ടകളെല്ലാം ഗാർഡ് ചെയ്യും. മെയിൽ അത് ഗാർഡ് ചെയ്യുന്ന സമയത്ത് ഫീമെയിൽ മെയിലിന് ചുറ്റും കറങ്ങി നടക്കുകയാണ് ചെയ്യുന്നത്. എന്തെങ്കിലും അപകടങ്ങൾ വരുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് എന്തെങ്കിലും സംഭവങ്ങളൊക്കെ മെയിലിനെ ഡിസ്റ്റർബ് ചെയ്യാനായിട്ടോ അറ്റാക്ക് ചെയ്യാനോ വരുന്നുണ്ടെങ്കിൽ ഫീമെയിലായിരിക്കും ഓടിക്കുന്നത്. അത് കഴിഞ്ഞ് കുറേ നാൾ ഈ കുഞ്ഞുങ്ങൾ ഇവരുടെ കൂടെ ഉണ്ടായിരിക്കും, ഈ മെയിലിൻ്റെയും ഫീമെയിലിൻ്റെയും കൂടെ ഉണ്ടായിരിക്കും.
അതിൽ മെയിലിൻ്റെ കൂടെയാണ് ഈ കുഞ്ഞുങ്ങളെല്ലാം ഒരുമിച്ച് നടക്കുന്നത്. അവർ ഫ്രണ്ടിൽ ഇങ്ങനെ പോകും, അതായത് മെയിൽ ഫ്രണ്ടിൽ പോകും, കുഞ്ഞുങ്ങളെല്ലാം കൂടി ഈ ഒരു മെയിലിൻ്റെ കൂടെയായിരിക്കും പോകുന്നത്. തൊട്ട് പിന്നാലെയാണ് ഫീമെയിൽ വരുന്നത്. അങ്ങനെയാണ് അവരുടെ എന്താ പറയുക പോക്കെന്ന് പറയുന്നത്. ആ ഫീമെയിൽ എന്തുകൊണ്ടാണ് ആ ഒരു മെയിലിൻ്റെ പുറകെ കുഞ്ഞുങ്ങളെയും നോക്കി പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും അപകടങ്ങൾ വരുന്നുണ്ടെങ്കിൽ ഫീമെയിലായിരിക്കും പോയിട്ട് അറ്റാക്ക് ചെയ്യുന്നത്. അതായത് മെയിലിൻ്റെ കൂടെ കുഞ്ഞുങ്ങളും അവരെ ആരെങ്കിലും അറ്റാക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഫീമെയിലായിരിക്കും അത് ചെക്ക് ചെയ്ത് ഗാർഡ് ചെയ്യുന്നത്. ഏകദേശം അതേ സ്വഭാവം തന്നെയാണ് ഈ ഒരു വാകളിൽ നിന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത്. ഫീമെയിൽ മുട്ടയിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ മെയിലായിരിക്കും കുഞ്ഞുങ്ങളൊക്കെ ഗാർഡ് ചെയ്യുന്നത്. അപ്പോൾ ആ ഫീമെയിൽ ആ പരിസരത്തൊക്കെ തന്നെ ഉണ്ടായിരിക്കും. ഇവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവങ്ങൾ ഇവർ അറ്റാക്ക് ചെയ്യാൻ വരുന്നുണ്ടെങ്കിൽ, കാരണം മെയിലിന് ചുറ്റുമായിരിക്കും കുഞ്ഞുങ്ങൾ നിൽക്കുന്നത്. അപ്പോൾ ഫീമെയിൽ ഇവർക്ക് എന്തെങ്കിലും അപകടം വരുന്നുണ്ടെങ്കിൽ അതിനെ അറ്റാക്ക് ചെയ്ത് ഓടിക്കാനൊക്കെ ആയിട്ട് ഫീമെയിലായിരിക്കും കൂടുതൽ മുൻകൈ എടുക്കുന്നത്. പിന്നെ ഇവർ തമ്മിലുള്ള ഒരു സാമ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് സ്നേക്ക് ഹെഡുകളും അരപ്പൈമകളും തമ്മിലുള്ള ഒരു സാമ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ ഹൈലി പ്രെഡേറ്ററി ആയിട്ടുള്ള മത്സ്യങ്ങളാണ്. അതായത് ഇവരുടെ മൗത്ത് സൈസിന് വരുന്ന മറ്റ് മീനുകളെല്ലാം ഇവർ നല്ല രീതിയിൽ അഗ്രസീവായിട്ട് അറ്റാക്ക് ചെയ്ത് ഭക്ഷിക്കും. അതുകൊണ്ട് ഇത്തരം മീനുകളുടെ കൂടെ നമ്മൾ മറ്റ് മീനുകൾ ഇടുമ്പോൾ ശ്രദ്ധിച്ച് വേണം ഇടാനായിട്ട്. ഒന്നുകിൽ സെയിം സൈസിലുള്ള മീനുകളെ മാത്രമേ ഇടാവൂ. ഈ സ്നേക്ക് ഹെഡുകളെ കുറിച്ച് നമ്മൾ മുമ്പ് ചെയ്ത വീഡിയോകൾ, അതായത് നമ്മൾ വാങ്ങിയതും അതുപോലെ ഈ ടാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതായിട്ടുള്ള വീഡിയോസൊക്കെ കാണാൻ ആഗ്രഹമുള്ളവർക്ക് നമ്മൾ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ആ ഒരു സ്നേക്ക് ഹെഡുകളെ പ്ലേലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ മുമ്പ് ചെയ്ത എല്ലാ വീഡിയോസും ആ ഒരു പ്ലേലിസ്റ്റിൽ ചെക്ക് ചെയ്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും. സ്നേക്ക് ഹെഡ് എന്ന് പറഞ്ഞിട്ടൊരു പ്ലേലിസ്റ്റ് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അത് ചെക്ക് ചെയ്താൽ നമ്മൾ മുമ്പ് അപ്ലോഡ് ചെയ്ത വീഡിയോസ് കാണാം. നമ്മൾ ഏത് സൈസിനാണ് വാങ്ങിയത്, അതുപോലെ എത്ര പ്രൈസിനാണ് വാങ്ങിയതെന്നൊക്കെ നമ്മൾ ആ വീഡിയോയിൽ പറയുന്നുണ്ട്. ഇതിൽ നമ്മൾ 6 എണ്ണത്തിനെയാണ് ഇട്ടിട്ടുള്ളതെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അവർ ഇതിനകത്ത് കുഴപ്പമില്ലാതെ പോകുന്നുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. കാരണം ഈ ഒരു ചെടികളൊക്കെ ഇങ്ങനെ കിടക്കുന്നതുകൊണ്ട് നമുക്ക് അവരെ ഡയറക്റ്റ് കാണാനായിട്ട് പറ്റുന്നില്ല. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഇട്ടതെല്ലാം അത്യാവശ്യം ഉഷാറായിട്ട് തന്നെ നടക്കുന്നുണ്ട്. അതിൽ ഒരെണ്ണം മാത്രമാണ് നമുക്ക് ഇട്ട സമയത്ത് ചെറിയൊരു പ്രശ്നം തോന്നിയത്. പക്ഷേ എനിക്ക് തോന്നുന്നു അത് പിന്നീട് റിക്കവർ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. കാരണം നമുക്കിതിനകത്ത് നിന്ന് ചത്ത ഡെഡ് ബോഡി ഒന്നും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ചത്തിട്ടില്ല എന്ന് വിചാരിക്കുന്നു. ആ ഒരെണ്ണത്തിന് മാത്രമാണ് നമുക്ക് ചെറിയൊരു പ്രശ്നം തോന്നിയത്. അതാണ് എനിക്ക് തോന്നുന്നു വാങ്ങി കൊണ്ടുവന്ന സമയത്ത് ഉണ്ടായ സ്ട്രെസ്സാണെന്ന് തോന്നുന്നു. ഫുഡൊക്കെ അവർ നന്നായിട്ട് കഴിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ടാങ്കിൽ നല്ല രീതിയിൽ അഡാപ്റ്റ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമ്മുടെ വീഡിയോസ് മീനുകളെ ഇഷ്ടപ്പെടുന്നവർക്കായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.